നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കടലുകൾ കടന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ചാവറ മാട്രിമോണി ഇനി അമേരിക്കയിലും. മികച്ച അധ്യാപനത്തിനുള്ള റോസ്ലിൻ അബ്രാംസൺ അവാർഡ് മലയാളിക്ക്. ഫോമ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൗഹൃദ സന്ദർശനം. 2026 മുതൽ US വിസകൾക്ക് $250 അധിക ഫീസ്, ഇന്ത്യക്കാർക്ക് ചിലവേറും. മലങ്കര ഓർത്തഡോക്സ് സഭ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് അറ്റ്ലന്റയിൽ. സോഗ കപ്പ് 2025 ടീം നയഗ്ര ടസ്കേഴ്സ് ജേതാക്കൾ. വാർത്തകൾ വിശദമായി. വിശുദ്ധ ചാവറ പിതാവിന്റെ കുടുംബ ദർശനങ്ങൾ ഉൾക്കൊണ്ട് 1996 കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ സ്ഥാപിതമായ CMI വൈദികരുടെ നേതൃത്വത്തിലുള്ള ചാവറ മാട്രിമോണി 30ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ അതിന്റെ 30ാമത് ബ്രാഞ്ച് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ വുഡ്ബ്രിഡ്ജ് സിറ്റിയിലെ ടോമാർ കെട്ടിട സമുച്ചയത്തിൽ ജൂലൈ 12-ന് ഉദ്ഘാടനം ചെയ്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ തോമസ് മൊട്ടയ്ക്കൽ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന കർമ്മവും ചാവറ കൾച്ചറൽ സെന്റർ കൊച്ചിയുടെ മുൻ ഡയറക്ടറും ഇപ്പോൾ അമേരിക്കയിലെ ഔർ ലേഡി ഓഫ് ഹോളി റോസറി ചർച്ചിന്റെ അസിസ്റ്റന്റ് വികാരിയുമായ റവറന്റ് ഫാദർ ബേബി ഷെപ്പർഡ് ആശീർവാദ കർമ്മവും നിർവഹിച്ചു. ചടങ്ങിൽ ന്യൂജേഴ്സി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ പോളി തെക്കൻ, ഫാദർ ആകാശ് പോൾ, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക പ്രസിഡന്റ് ശ്രീ സജിമോൻ ആന്റണി, അമേരിക്കയിലെ ഒരു പ്രമുഖ മലയാളി സംഘടനയായ കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ പ്രസിഡന്റ് ശ്രീമതി സോഫിയ മാത്യു, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് പ്രസിഡന്റ് ശ്രീമതി സ്മിത പോൾ, വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ തങ്കം അരവിന്ദ്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ പ്രസിഡന്റ് ശ്രീ സുനിൽ സ്ട്രൈസ്റ്റാർ, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ സെക്രട്ടറി ശ്രീ ഷിജോ പൗലോസ്, സാമൂഹിക സാംസ്കാരിക രംഗത്തെ സാന്നിധ്യവും മുൻ ഫോമ പ്രസിഡന്റുമായ ശ്രീ അനിയൻ ജോർജ്, ശാന്തിഗ്രാം പ്രസിഡന്റ് ഡോക്ടർ ഗോപിനാഥൻ നായർ, ചാവറ മാട്രിമോണി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോൺസൺ സി എബ്രഹാം, ജനറൽ മാനേജർ ശ്രീ ജോസഫ് മാത്യു, PRO ശ്രീമതി എലിസബത്ത് സിമി ആന്റണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 3 ലക്ഷം കുടുംബങ്ങളെ കോർത്തിണക്കിയ ചാവറ മാട്രിമോണിക്ക് ഇത് അഭിമാന നിമിഷമാണെന്നും പ്രവാസികളായി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് തങ്ങളുടെ സേവനം വിപുലീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആദ്യമായി അമേരിക്കയിൽ ബ്രാഞ്ച് ആരംഭിച്ചതെന്നും ചാവറ മാട്രിമോണി ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ്, CMI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ജോൺസൺ സി എബ്രഹാം എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറായ താര കെ മേനോൻ 2024 റോസ്ലിൻ അബ്രാംസൺ അവാർഡിന് അർഹയായി. അണ്ടർ ഗ്രാജുവേറ്റ് അധ്യാപനത്തിനുള്ള മികവ് പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണിത്. ഇന്ത്യയിൽ ജനിച്ച സിംഗപ്പൂരിൽ വളർന്ന മേനോൻ മസാച്യൂസെറ്റ്സിലെ സോമർവിൽ നിവാസിയാണ്. സ്റ്റെംസെൽ ആൻഡ് റീജനറേറ്റീവ് ബയോളജി അധ്യാപകനായ ജെയ്സൺ ഡി ബ്യുൻറോസ്റ്റോ മേനോനുമൊത്ത് ഈ അവാർഡ് പങ്കിടുന്നു. 19ാം നൂറ്റാണ്ടിലെ നോവലുകളെ ആധാരമാക്കിയുള്ള ഗവേഷണം പുസ്തകമാക്കുന്ന മേനോൻ പറയുന്നത് അവാർഡ് തുക രണ്ടാമതൊരു ഗവേഷണത്തിന് പ്രയോജനപ്പെടുമെന്നാണ്. അതിന്റെ വിഷയം നോവലുകളിലെ രോക്ഷം എന്നതാണ്. നോവലിസ്റ്റ് കൂടിയായ മേനോന്റെ ആദ്യ കൃതി അണ്ടർ വാട്ടറാണ്. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസ് ഫോമയുടെ പ്രതിനിധികൾ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുമായി സൗഹൃദ സന്ദർശനം നടത്തി. ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ച തികച്ചും സൗഹൃദപരവും ആരോഗ്യകരവുമായിരുന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാക്കളായി ഫോമ ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ, മുൻ ജുഡീഷ്യൽ കൗൺസിൽ സെക്രട്ടറി സുനിൽ വർഗീസ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സന്ദർശനത്തിനിടയിൽ പ്രശസ്ത സംവിധായകൻ VJ തമ്പിയും ഫോമയുടെ സ്ഥിരം സുഹൃത്തും അഭ്യുദയ കാംക്ഷിയുമായ പ്രതാപ് നായരും സാന്നിധ്യത്തിലെത്തിയിരുന്നതിനാൽ സന്ദർശനം അവിസ്മരണീയമായി. കൂടിക്കാഴ്ച നടന്ന ദിവസം ശ്രീ സുരേഷ് ഗോപിയുടെ ജന്മദിനമായിരുന്നതുകൊണ്ട് പരിപാടിക്ക് ഇരട്ട ആവേശവും മാധുര്യവും ലഭിച്ചു. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ഭാര്യ ശ്രീമതി രാധികയും ചേർന്ന അതിഥികളെ മധുരം നൽകി സാദരം ക്ഷണിച്ചു. ഫോമയുടെ ഉപഹാരം ജനറൽ സെക്രട്ടറി ബൈജു വർഗീസും ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണനും ചേർന്ന മന്ത്രിക്ക് സമർപ്പിച്ചു. ഫോമയുടെ നിലവിലെ പ്രവർത്തനങ്ങളെയും ഭാവിയിലെ പദ്ധതികളെയും സംബന്ധിച്ച വിശദീകരണം ബൈജു വർഗീസും അനുപമ കൃഷ്ണനും നൽകി. കോവിഡ് മഹാമാരിയും 2018 പ്രളയവും അടക്കമുള്ള കാലങ്ങളിൽ ഫോമ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ശ്രീ സുരേഷ് ഗോപി പ്രത്യേകമായി അഭിനന്ദിച്ചത് സംഘത്തിന് വലിയ അംഗീകാരമായിരുന്നു. 2026 ജൂലൈയിൽ നടക്കുന്ന ഫോമ നാഷണൽ കൺവെൻഷനും കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന സ്റ്റേറ്റ് കൺവെൻഷനും സംബന്ധിച്ച ക്ഷണം നേതാക്കൾ മന്ത്രിക്ക് നൽകി. ക്ഷണം അംഗീകരിച്ച അദ്ദേഹം പങ്കെടുക്കുന്നതിനുള്ള സാധ്യത അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഉറപ്പ് നൽകി.
ശ്രീ ബേബി മണക്കുന്നേലിന്റെ നേതൃത്വത്തിലുള്ള നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എല്ലാവിധ ആശംസകളും നേർന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ജനുവരി മുതൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മിക്ക നോൺ ഇമിഗ്രന്റ് വിസകൾക്കും പുതിയതും റീഫണ്ട് ലഭിക്കാത്തതുമായ $250 വിസ ഇന്റഗ്രിറ്റി ഫീസ് ഏർപ്പെടുത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ട നിയമപ്രകാരമാണ് ഈ മാറ്റം വരുന്നത്. ഈ മാറ്റം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ, വിദ്യാർത്ഥികൾ, സാങ്കേതിക തൊഴിലാളികൾ എന്നിവരുൾപ്പെടെയുള്ള നോൺ ഇമിഗ്രന്റ് വിസ അപേക്ഷകരെ കാര്യമായി ബാധിക്കും. പുതിയ ഫീസ് വരുന്നതോടെ ഒരു US വിസയ്ക്ക് മൊത്തം ചിലവ് 40,000 രൂപയ്ക്ക് മുകളിലാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിസ നിയമങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുക എന്നതാണ് ഈ ഫീസ് ഏർപ്പെടുത്തുന്നതിലൂടെ US ലക്ഷ്യമിടുന്നത്. പണപ്പെരുപ്പത്തിനനുസരിച്ച് എല്ലാ വർഷവും ഈ ഫീസിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും നിയമത്തിൽ പറയുന്നു. വിസയുടെ എല്ലാ നിബന്ധനകളും പൂർണ്ണമായി പാലിക്കുന്നവർക്ക് മാത്രമേ ഈ ഫീസ് തിരികെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. പുതിയ നിയമത്തിൽ വിദേശത്തേക്കുള്ള പണമിടപാടുകൾക്ക് 1% നികുതിയും ഉൾപ്പെടുന്നുണ്ട്. ഇത് US താമസിക്കുന്ന കുടിയേറ്റക്കാർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് പണം അയക്കുന്നത് കൂടുതൽ ചിലവേറിയതാക്കും. ഇന്ത്യൻ പ്രവാസികളെയും ഇത് സാരമായി ബാധിക്കും. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ US യാത്രയും താമസവും കൂടുതൽ ചിലവേറിയതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ മദ്രാസിന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 16 മുതൽ 19 വരെ അറ്റ്ലന്റ ഹയാത്ത് റിഗൻസി ഹോട്ടലിൽ വെച്ചാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ഷൈനോ ഹുൽമോനോ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന കോൺഫറൻസിന്റെ മുഖ്യ ചിന്താവിഷയം 2 കൊരിന്ത്യൻ 5 അധ്യായം 18 മുതൽ 19 വാക്യങ്ങൾ ആസ്പദമാക്കിയുള്ളതാണ്. ഈ വർഷത്തെ കോൺഫറൻസിന്റെ മുഖ്യ പ്രാസംഗികനായി എത്തുന്നത് പ്രമുഖ വാഗ്മിയും ചിന്തകനുമായ ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലിത്തായിരിക്കുന്ന അഭിവന്ദ്യ സക്കറിയാസ് മാർ സേവേറിയോസ് തിരുമനസ്സുകൊണ്ടാണ്. കോൺഫറൻസിൽ വൈദികർക്കും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക സമ്മേളനങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. ഈ സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകുവാനായി ഇടവക മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയോടൊപ്പം റവറൻ ഡോക്ടർ ഫാദർ തിമോത്തി തോമസ്, റവറൻ ഫാദർ മാറ്റ് അലക്സാണ്ടർ, ശ്രീമതി സീന മാത്യു എന്നീ പ്രഗത്ഭ വ്യക്തികൾ നേതൃത്വം നൽകും. ഭദ്രാസനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 500-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമാണ് ഫാമിലി കോൺഫറൻസ്. 16-ാം തീയതി വർണ്ണശബളമായ റാലിയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ മറ്റ് സഭാ നേതാക്കളും ആശംസകൾ അർപ്പിക്കും. ഭദ്രാസന ഗായിക സംഘം സമ്മേളനങ്ങളിൽ ഗാനങ്ങൾ ആലപിക്കും. ഉല്ലാസവഞ്ചി എന്ന പേരിൽ ഭദ്രാസനത്തിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള കലാകാരന്മാരുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി കലാസന്ധിയും അരങ്ങേറും. സമാപന ദിവസമായ 19-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയും പിന്നാലെ സമാപന സമ്മേളനവും നടത്തപ്പെടും. മർത്തമറിയം സമാജത്തിന്റെ നേതൃത്വത്തിൽ കോൺഫറൻസിന്റെ നടത്തിപ്പിനായി ക്രമീകരിച്ച ഭാഗ്യ കൂപ്പണുകളുടെ നറുക്കെടുപ്പും കോൺഫറൻസിന്റെ സ്മരണാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ പ്രകാശന കർമ്മവും ഈ സമ്മേളനത്തിൽ വെച്ച് നടത്തപ്പെടും. സ്നേഹവിരുന്നോടെ ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് അറ്റ്ലന്റ 2025 തിരശ്ശീല വീഴും. സമ്മേളനത്തിന്റെ വിജയത്തിനായി സൗത്ത് വെസ്റ്റ് അമേരിക്കൻ മദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ പ്രധാന മേൽനോട്ടത്തിൽ റവറൻ ഫാദർ ജോർജ് ദാനിയേൽ ഡയറക്ടറായും മദ്രാസന കൗൺസിൽ അംഗം പ്രസാദ് ജോൺ കൺവീനറായും വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. നോക്കാം സ്പോർട്സ് ടൈം ഓൺ പ്രവാസി ചാനൽ. സോഗ കപ്പ് 2ാം പതിപ്പിന് പുതിയ അവകാശികൾ. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ടീം കോക്കഡൻസിനെ തോൽപ്പിച്ച് ടീം നയഗ്ര ടസ്കേഴ്സ് സോഗ കപ്പ് 2025 ഉയർത്തി. ജോസ്ബി ഇമ്മാനുവൽ ക്യാപ്റ്റനും ജിതിൻ ലോഹി ടീം ഓണറുമായ നയഗ്ര ടസ്കേഴ്സ് ടീമിന് $5,555 ട്രോഫിയും സമ്മാനിച്ചു. 2ാം സ്ഥാനക്കാർക്ക് $3,333 ട്രോഫിയും 3ഉം 4ഉം സ്ഥാനക്കാർക്ക് $750 ട്രോഫിയും സമ്മാനിച്ചു. ടൂർണമെന്റിന്റെ ടൈറ്റിൽ സ്പോൺസർ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പ്സിന്റെ ബോബൻ ജെയിംസും പ്ലാറ്റിനം സ്പോൺസർ റിയൽറ്റർ ജെഫിൻ വലയിൽ ജോസഫുമായിരുന്നു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ ഈ മലയാളി.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാക്കുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.